കൃത്യമായി പറഞ്ഞാൽ ഒരു കൂട്ടം SFIക്കാർ ഈ DCC ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു പ്രകോപനമില്ലാതെ DCC ഓഫീസിൻ്റെ ചില്ലുകൾക്ക് നേരെ DCC ഓഫീസിൻ്റെ കല്ലെറിയുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസ് അവിടെ നിൽക്കുക. പോലീസ് കൃത്യമായി ഒത്താശ ചെയ്യുകയാണ് SFIക്കാരെ കല്ലെറിയാൻ വേണ്ടി, ഇങ്ങോട്ടേക്ക് DCC അകത്ത് കടത്തിവിടാൻ വേണ്ടി. ഇവിടെ പോലീസുകാർ നിൽക്കുമ്പോൾ പോലീസുകാരെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോലീസുകാർ ഒരു തരത്തിലുമുള്ള ബലപ്രയോഗം നടത്താതെ SFIക്കാർ സ്വന്തം മക്കളെ പോലെ താലോലിക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കണ്ടത്. ആ SFIക്കാർ DCC ഓഫീസിലേക്ക് ഇടിച്ചു കയറുക, അതിന് പുറമെ കല്ലുകൾ വലിച്ചെറിയുക. ആ കല്ലുകൾ ഒന്നാണ് എൻ്റെ കവിളിൽ കൊണ്ടിട്ടുള്ളത്. വളരെ പ്രയാസകരമുണ്ട്. ഒരു ആവശ്യമായ ഒരു സമരത്തിന് വേണ്ടി ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്തുന്ന ആരോഗ്യമന്ത്രിക്കെതിരെ സമരം നടത്തിയ KSP അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ അതിനു പുറമെ SFIക്കാർ ഗുണ്ടകൾ DCC ഓഫീസിൽ വന്ന് ആക്രമണമുണ്ടാക്കുക. ഇത് ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് പോകും. ഒരു പ്രകോപനമില്ലാതെ ഇവിടുത്തെ പോലീസുകാരുടെ ഒത്താശയോട് കൂടിയാണ് ഈ DCC ഓഫീസ് ഇവിടെ ആക്രമിച്ചത്. ഞങ്ങൾ ഇതൊന്നും കണ്ട് അങ്ങ് മിണ്ടാതിരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൃത്യമായ രീതിയിലേക്കുള്ള തിരിച്ചടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഞങ്ങളുടെ പാർട്ടി ഓഫീസാണ്, ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ ഹൃദയമാണ്. ആ ഹൃദയത്തെയാണ് ഒരു കൂട്ടം SFIക്കാർ വന്ന് പരിക്കേൽപ്പിച്ചുള്ളത്. ആ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് മുന്നോട്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ ആവശ്യമായ സമരത്തിനാണ് മുന്നോട്ട് വെച്ചത്. ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ദുർബലപ്പെടുത്തുന്ന ആ വകുപ്പ് മന്ത്രിക്കെതിരെ ന്യായമായ കരിങ്കോടി സമരമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സമരത്തെ മാറ്റി ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.